ദൈവത്തിനു സ്തോത്രം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിച്ചു. അല്പസമയം ദൈവത്തിൻ്റെ ആഴമേറിയ ചില ചിന്തകൾ നിങ്ങളെ അറിയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നോഹ എന്ന് പറയുന്ന ഒരു പുരുഷനുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നത് നോഹയ്ക്ക് കൃപ ലഭിച്ചെന്നാണ്. അതായത് ദൈവത്തിൻ്റെ കൃപ. അനേക മനുഷ്യർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ നോഹയ്ക്കാണ് കൃപ ലഭിച്ചെന്നാണ് പരിശുദ്ധാത്മാവ് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോഹയുടെ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് അതിക്രമം നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. അതായത് വീടുകൾ വയ്ക്കുകയും പുതിയ പുതിയ വീടുകൾ വയ്ക്കുകയും കൃഷികൾ ചെയ്യും, കൊടുത്തും വാങ്ങിയും അങ്ങനെ സഹകരിച്ചു മോശമായ രീതിയിൽ പാപപ്രവൃത്തിയിലൂടെ പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു നോഹയുടെ കാലഘട്ടം. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം പഠിച്ചു നോക്കിയാൽ അതിശക്തമായ ക്രൂരമായ അനുഭവങ്ങൾ, ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ നിരീശ്വരവാദികൾ എന്ന് പറയും. കാരണം ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ജനങ്ങൾ പലരും. പക്ഷെ അവിടെ ദൈവവിശ്വാസമുള്ള ഒരാളുണ്ടായിരുന്നു. അതാണ് നോഹ. മാത്രമല്ല നോഹയുടെ കുടുംബവും ദൈവവിശ്വാസികളായിരുന്നു. കാരണം നോഹയുടെ ഭാര്യ, നോഹയ്ക്ക് 3 മക്കളുണ്ടായിരുന്നു. അവർ 5 പേരും, കുടുംബത്തിൽ 5 പേരും ഉണ്ടായിരുന്നു. അവർ ദൈവികമായ ഒരു കൂട്ടായ്മയിൽ കൂടെയാണ് അവർ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. അതുമാത്രമല്ല ആ 3 മക്കള് പ്രായപൂർത്തിയായി വിവാഹപ്രായം കഴിഞ്ഞ് അവരുടെ ജീവിതത്തിൽ 3 പേരെ ആ കാലഘട്ടത്തിൽ നിന്ന് വെളിയിൽ നിന്ന് കല്യാണ ആലോചന എടുത്തു 3 പേര് വിവാഹവും കഴിച്ച് അങ്ങനെ 3 പേരും കൂടെ ചേർന്നു ഭവനത്തിലേക്ക്. 5 പേരേ ഉള്ളായിരുന്നു. 3 പേരും കൂടെ ആയപ്പോൾ 8 പേരായി. 5 3 8. അങ്ങനെ ആ കുടുംബത്തിൽ സംഖ്യ എന്ന് പറയുന്നത് 8 പേരാണ്. എന്നാൽ അനേക മനുഷ്യർ ലോകത്തുണ്ട്. ദൈവം തെരഞ്ഞെടുത്തത് 8 പേരെയാണ്. പക്ഷേ സകല മനുഷ്യർക്കും രക്ഷ ദൈവം പെട്ടകത്തിൽ ഒരുക്കിയിരുന്നു. പക്ഷെ മനുഷ്യൻ ദൈവത്തെ വിശ്വസിക്കാതെയും ദൈവത്തിൻ്റെ ആലോചനകൾ അംഗീകരിക്കാതെയും ദൈവത്തിൻ്റെ അള്ളപ്പാടുകൾ പറയുന്നത് നോഹയിൽ കൂടെ കേൾക്കാതെയും പൊയ്ക്കൊണ്ടിരുന്നു. നോഹയുടെ ഇതാ പറഞ്ഞത്, നീ ചെന്ന് സാഹചര്യത്തോടും പറയണം, പെട്ടകത്തിൽ രക്ഷയുണ്ട്, എല്ലാവരും വരണമെന്ന് ക്ഷണിക്കണമെന്ന് പറഞ്ഞു. നോഹ എല്ലാവരെയും ക്ഷണിച്ചു. ചുരുക്കം പറഞ്ഞാൽ എല്ലാവരെയും ക്ഷണിച്ചു. സ്തോത്രം. എന്നിട്ട് നോഹയോട് പറഞ്ഞു, നീ ഒരു പെട്ടകം പണിയണം. അത് അന്ന് അറിയാവുന്നവരെ കൊണ്ട് പണിയിപ്പിച്ച് പെട്ടകത്തിൻ്റെ മരം ഹോബർ മരം മുറിച്ച് അവർ നന്നായി നല്ല രീതിയിൽ അറകളുണ്ടാക്കി പെട്ടകം അവർ നന്നായി പണിഞ്ഞു. നോഹയുടെ കാലത്ത് ഒരു പണി അവിടെ നടന്നു. അതായത് സ്തോത്രം, പെട്ടകം പണി. അത് പൂർത്തിയായി. എന്നിട്ട് പറഞ്ഞ് ജീവജാലങ്ങളിൽ നിന്ന് 2 ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്ന് 2 കയറ്റണം പറഞ്ഞു. ഇന്ന് കാണുന്ന സകല ജീവജാലങ്ങളും അതിനകത്ത് കയറ്റി. അതുപോലെ കഴിക്കുവാൻ വിത്തുകൾ, ഇന്ന് കാണുന്ന വിത്തുകൾ ജീവജാലങ്ങൾക്കും വേണ്ടിയും മനുഷ്യർക്കും വേണ്ടിയൊക്കെ അവർ പിറക്കി വെച്ചിരുന്ന വിത്തുകൾ പെട്ടകത്തിൽ പിറക്കി വെച്ചിരുന്നു. ഒരു അതിവിശാലമായൊരു പെട്ടകമാണ്.
നോഹയോട് ദൈവം പറഞ്ഞ് സ്തോത്രം നിർമ്മിക്കുവാൻ, അല്ലെങ്കിൽ പെട്ടകം നന്നായി പണിയുവാൻ. അകത്തും പുറത്തും കീഴിൽ തേച്ച് ദൈവം നല്ല രീതിയിൽ പണിഞ്ഞു. എല്ലാ മനുഷ്യർക്കും അത് ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ നോഹ എല്ലാവരോടും പറഞ്ഞു. നോഹയുടെ പറയുന്ന നീതിപ്രസംഗിയായ നോഹ എന്നാണ്. തൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാം നോഹയുടെ വാക്കുകൾ വിശ്വസിച്ചു. അവർ ഒരു പെട്ടകത്തിൽ അവർ ഉണ്ടായിരുന്നു. ഇന്ന് ഒരു ഭവനത്തിൽ ആരാധിക്കാൻ പോകുന്നവർ പല സഭകളിലാണ്. എന്നാൽ ഇവർ ഒരുമിച്ചിരുന്നു, ഒരുമിച്ച് നിന്ന്, ഒരുമിച്ച് ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച് 8 പേരും കൂടെ. വളരെ സന്തോഷകരമായി. മാത്രമല്ല, വെളിയിൽ നിന്നും നോഹയുടെ മക്കൾ കല്യാണം കഴിച്ച 3 പേരുണ്ട്. അവരെ ദൈവം ചേർത്തു. ഒരുപക്ഷെ നോഹയുടെ കുഞ്ഞുങ്ങൾക്ക് കല്യാണം കഴിക്കാൻ അവർക്ക് പരുവപ്പെട്ട ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും നോഹയുടെ കുടുംബത്തിന് കല്യാണം കഴിച്ചു കൊടുക്കത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടപ്പോൾ അത് നടന്നു. സ്തോത്രം. കാരണം തലമുറ വേണമല്ലോ. സ്തോത്രം. അപ്പോൾ ആദം ഹവ്വ മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ നോഹയുടെ കാലം മറ്റും വരുമ്പോൾ സകല മനുഷ്യരും ജലപ്രളയത്താൽ മരിച്ചു. നോഹയുടെ കാലഘട്ടത്തിലേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ നോഹയുടെ കുടുംബത്തിൽ ഒന്നേന്ന് പറഞ്ഞ് തലമുറകളുണ്ടായി. എങ്കിലും ഉൽപ്പത്തി ആദിമയിൽ നിന്നാണ് ഈ ഒറ്റയടിക്ക്, അതായത് മൊത്തം മനുഷ്യനെ നശിപ്പിച്ച് നോഹയുടെ കാലത്ത് 8 പേരെയാണ് ശേഷിപ്പിച്ചത്. അതുകൊണ്ടാണ് സന്ദേശം ഇങ്ങനെ പറയുന്നത്. സ്വതന്ത്രം ഒരു പുതിയ പിറവി, അല്ലെങ്കിൽ പുതിയൊരു ആരംഭ അധ്യായം കുറിച്ച് ദൈവം മനുഷ്യ ഉൽപ്പത്തി 1 പറഞ്ഞ് ഉടലെടുക്കുവാനായി തീർന്നു. ദൈവം പറഞ്ഞ അടയാളം എന്ന് പറയുന്നത് മഴ പെയ്യുമെന്നാണ് പറഞ്ഞത്. മഴ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. നോഹയുടെ കാലഘട്ടത്തിന് ശേഷം അങ്ങോട്ടൊക്കെ മഞ്ഞായിരുന്നു പെയ്തുകൊണ്ടിരുന്നത്. അതിന് പകരം പുതിയൊരു സംവിധാനം വന്നു, മഴ. അങ്ങനെ പെട്ടകത്തിൽ എല്ലാ ദൈവം പറഞ്ഞതായ ജീവജാലങ്ങളും എല്ലാ കൃഷികളും വിത്തുകളും ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. മനുഷ്യരോട് മഴ പെയ്യാൻ തുടങ്ങി. ജനം കണ്ടു മഴ. പക്ഷേ വലിയ കോളിടുക്കവും വലിയ ഇടിമിന്നലും വലിയ മഴ പെയ്തു. മനുഷ്യൻ പെട്ടകത്തിൽ പ്രാണരക്ഷയ്ക്ക് വേണ്ടി ഓടി. പക്ഷേ പെട്ടകത്തിന് വാതിലടഞ്ഞു. അതിൽ 8 പേര് മാത്രം ശേഷിച്ചു. സ്തോത്രം. നോഹയും കുടുംബം. ബാക്കിയുള്ള സകല മനുഷ്യരെയും, ഭൂമിതലത്തിലുള്ള സകല മനുഷ്യരെയും ദൈവം ജലപ്രളയത്താൽ കൊന്നു. അല്ലെങ്കിൽ ജലപ്രളയത്താൽ അവർ വെള്ളം കുടിച്ചു മരിച്ചു. പ്രാണരക്ഷയ്ക്ക് പലയിടത്തും അവർ കൂടി രക്ഷ അഭയം പ്രാപിച്ചെങ്കിലും ചിലർ മരത്തിൽ പിടിച്ചു കയറി, ചിലർ തെങ്ങിൽ പിടിച്ചു കയറി, ചിലർ പർവ്വതത്തിലേക്ക് കുടിച്ചു, ചിലർ പലവിധ കുന്നുകളിലേക്ക് ഓടി. രക്ഷയ്ക്ക് വേണ്ടി പല വിധമായി രീതിയിൽ ഓടിയെങ്കിലും വെള്ളം മേലോട്ട് കയറുന്നതനുസരിച്ച് മനുഷ്യരൊക്കെ വെള്ളത്താൽ അവർ ഒഴുക്കെടുത്തു കൊണ്ടുപോയി മുങ്ങി അവർ മരിച്ചു. പക്ഷേ നോഹയും കുടുംബവും മാത്രം രക്ഷിച്ചു. ഒരു ആരാധന ദിവസം നടന്നു. നോഹയും കുടുംബവും പെട്ടകത്തിനകത്തൊരു ആരാധന തുടങ്ങി. പെട്ടകം ഒഴുകുന്നതനുസരിച്ച് അവിടെ ആരാധന, യഹോവയായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ അവർ ആരാധിച്ചു കൊണ്ടിരുന്നു. അതാണ് ദൈവവിശ്വാസി. ഇന്ന് പല കുടുംബത്തിലും പരസ്പരം പറഞ്ഞാൽ അനുസരിക്കത്തില്ല. പെന്തിക്കോസുകാരാ, പരസ്പരം പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല. എന്തെങ്കിലും ചോദിച്ചാൽ മനസ്സിലാകത്തില്ല. പരസ്പര ബന്ധമില്ല, പരസ്പരം കൂട്ടില്ല. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ജീവിക്കുന്നവരുണ്ട്. അതിനെന്താ?
അവരവർ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നോഹയും കുടുംബം അങ്ങനെയല്ല. നോഹ പറയുന്നത് കേട്ട് അവർ അനുസരിച്ചതുകൊണ്ട് നോഹയും കുടുംബവും രക്ഷ പ്രാപിച്ചു. ആദ്യം അവർ കാക്കയെ അയച്ചു. കാക്ക പറന്നുപോയി. അത് പിന്നെ തിരിച്ചു വന്നില്ല, കാരണം അത് പറന്നങ്ങ് പോയി. പിന്നെ പ്രാവിനെ വിട്ട് അതൊരു സ്തോത്രം പുലുവലപ്പിച്ച് കൊണ്ടുവന്നു അടയാളം കാണിച്ച് ഭൂമിയിൽ വെള്ളമൊക്കെ പല ഭാഗങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് അറിയുവാനിടയായി. എല്ലാ വെള്ളവും പൊങ്ങി വന്ന എല്ലാ വെള്ളവും പറ്റി തുടങ്ങി. നോഹയുടെ പെട്ടകം ആറരത്ത് പർവ്വതത്തിൽ ഉറച്ച്. 1 എന്ന് പറഞ്ഞ് 8 പേരുടെ ജീവിതമാണ് ആരംഭം കുറിച്ച്. ആ നോഹയുടെ തലമുറയാണ് ഇപ്പോൾ ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പുരുഷനോട് ഇതുപോലെയാണ് കർത്താവ് പറഞ്ഞത്, നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവ്. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവ്, യേശുക്രിസ്തുവിന്റെ വരവ് നോഹയുടെ കാലം പോലെയാണ്. ഒരു നാശം എന്തായാലും ഉണ്ട്, ഒരു ശേഷിപ്പ് ഉണ്ട്. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ദൈവസ്ഥലം വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന തൻ്റെ ജനത്തിന് ഈ പ്രേക്ഷണ ന്യായവിധിയിൽ നിന്ന് വിടുതലുണ്ട്. യേശുക്രിസ്തു ന്യായവിധിയിൽ നിന്ന് വിടിവിക്കുന്ന ദൈവമാണ്. പ്രേക്ഷണോട് ആമേൻ, അവൻ രക്തത്താൽ ചെയ്യും. അതുകൊണ്ട് പ്രേക്ഷണാമേ ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തു വാസസ്ഥലം ഒരുക്കാൻ പോയിരിക്കുക. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്, എന്നിലും എൻ്റെ പിതാവിൽ വിശ്വസിപ്പിക്കും. പ്രേക്ഷണോട് വാസസ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുക തൻ്റെ ജനത്തെ ചേർക്കുവാൻ. ഈ നോഹയുടെ കാലം പോലെ തന്നെയാണ് മനുഷ്യപുത്രന്റെ വരവിലുണ്ടാവും. ഒരുങ്ങുന്നവർക്ക് രക്ഷ. താവിൻ്റെ വരവിനെ ഒരുങ്ങി ജീവിക്കുന്നവർക്ക് രക്ഷയുണ്ട്, ജീവിക്കുന്നവർക്ക് രക്ഷയുണ്ട്, രക്ഷാനിർണയം പ്രാപിച്ചവർക്ക് രക്ഷയുണ്ട്. സൂത്രം. അതുകൊണ്ട് ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ എന്ന് പറയുന്നത്, 1 നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ, 2 ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ. ലോത്തിന്റെ കാലത്ത് എന്താണ് സംഭവിച്ചത്? ലോത്ത് താമസിച്ച സോതാങ്കോമറയിൽ ആവാലവൃത്തം ജനം പാവത്തിന്റെ അന്ധകാരത്തിൽ പിടിക്കപ്പെട്ട് ദൈവത്തെ മറന്ന് ജീവിച്ചു. പ്രൊഫസറോട് ആണാണോട് പെണ്ണോടുള്ളതായ പാപപ്രവൃത്തികളാണ് അവർ ചെയ്തത്. എന്നാൽ ലോത്തിൻ്റെ അടുത്ത് പറഞ്ഞ്, കുടുംബത്തോട് പറഞ്ഞ്, ഈ ദേശം വിട്ട് അല്ലെങ്കിൽ പട്ടണം വിട്ട് ഓടിപ്പോകണമെന്ന് പറഞ്ഞു. എങ്കിലും പട്ടണം വിട്ട് ഓടി. ആകാശത്തിന് തീയിറങ്ങി ആ ഭൂമിയിലുള്ള സൊദോം സകല മനുഷ്യരെയും തീക്കായി എല്ലാവരെയും കരിച്ചു കളഞ്ഞു. ശേഷിച്ചത് ലോത്തും തൻ്റെ കുടുംബം. ഓടുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞു ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കി ഉപ്പൊന്നായി തീർന്നു. ലോത്തും അവരുടെ മക്കളും പ്രേക്ഷണാമേ ആ തീയിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. ഇതുപോലെയാണ് പ്രേക്ഷണാമ കർത്താവിൻ്റെ വരവിൽ തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണ് സകലവും. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ക്രിസ്തുവിൽ കൂടെയുള്ളതായ രക്ഷയുണ്ട്. യേശുവാണ് രക്ഷിതാവ്. പ്രേക്ഷണാമ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് വിടുവിക്കുന്നത് യേശുവാണ്. യേശുവാണ് രക്ഷിക്കുന്നത്. യേശുവാണ് അല്ലെങ്കിൽ നമുക്ക് വാസസ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. യേശുവാണ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യേശുവാണ് നമ്മൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നത്. മനുഷ്യർക്കും ദൈവത്തിനും മധ്യസ്ഥനായവൻ ഒരുവൻ മാത്രമേ ഉള്ള കർത്താവായ യേശു ക്രിസ്തു. കർത്താവ് പ്രേക്ഷൽ പോയതുപോലെ വീണ്ടും വരും എന്നരുളി ചെയ്ത കർത്താവ് തൻ്റെ മണവാട്ടി സഭയെ ചേർക്കുവാൻ, വിശുദ്ധന്മാരെ ചേർക്കുവാൻ, കർത്താവിനാൽ രക്തത്താൽ കഴുകൽ പ്രാപിച്ച തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ കർത്താവ് വരും. നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഇതാണ് ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്തായാലും കർത്താവിൻ്റെ വരവിൽ ഒരു ശേഷിപ്പ് എന്തായാലും ഉണ്ടാകും. അനേകർ തള്ളപ്പെടുമ്പോൾ, അനേകർ പ്രേക്ഷണാമേ ഹല്ലേലൂയ നരകയോഗ്യനായി മാറുമ്പോൾ കർത്താവിൽ പ്രേക്ഷണ ഒരു ശേഷിപ്പുണ്ട്. അവനായി ഒരുങ്ങി നിൽക്കുന്ന നിഷ്കളങ്കയായ കന്യകയെ ചേർക്കുവാൻ കർത്താവ് വരും. പ്രേക്ഷണോട്
ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ജാതിയുടെ പേരും പറഞ്ഞു, മതത്തിൻ്റെ പേരും പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ പേരും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് ജീവിക്കുന്നവരൊക്കെ ഇവിടെ പ്രൈസ് ദി ലോർഡ് അവസാനിക്കും. എന്നാൽ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന് വേണ്ടി നിലനിൽക്കുകയും ദൈവത്തിന് വേണ്ടി ആരാധിക്കുകയും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ദൈവത്തിന് വേണ്ടി നിലനിൽക്കുകയും വിശുദ്ധിക്ക് വേണ്ടി കാത്തു നിൽക്കുകയും തൻ്റെ ജനത്തെ ചേർക്കുവാൻ കർത്താവ് വരും. പ്രൈസ് ദി ലോർഡ്. നീ ഉന്നതനായിരുന്നാലും, നീ പ്രൈസ് പണ്ഡിതനായിരുന്നാലും, പാമരനായിരുന്നാലും കർത്താവിൽ ഉള്ളതായ രക്ഷയുടെ നിർണയം പ്രൈസ് ദി ലോർഡ് കാൽവറിയിൽ ഒരുക്കിയിരിക്കുന്ന ഒരു വലിയ സ്തോത്രം രക്ഷയാണ് മഹാദൈവം ഒരുക്കിയിരിക്കുന്നത്. സ്തോത്രം. അതുപോലെ പ്രൈസ് ദി ലോർഡ് ദൈവത്തിൻ്റെ പ്രൈസ് ദി ലോർഡ് വചനം ഹല്ലേലൂയ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ഒന്ന്, നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ വരവ്. രണ്ട്, ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെയെന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളാണ് രാജ്യത്തോടും സ്തോത്രം ഹല്ലേലൂയ ഭൂകമ്പങ്ങളും യുദ്ധങ്ങളും യുദ്ധസ്തുതികളും കേൾക്കും. ഹല്ലേലൂയ. അനേക കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും. എൻ്റെ നാമമെടുത്ത് അനേകർ ഇറങ്ങി വരുമ്പോൾ അന്ത്യകാല ലക്ഷണങ്ങളിൽ പറയും. അനേക സംഭവങ്ങൾ കേൾക്കും, അനേക സംഭവങ്ങൾ നാം കാണും, അനേക വിഷയങ്ങളിൽ കൂടെ നാം കടന്നു പോകും. ദൈവത്തിൻ്റെ വരവിൻ്റെ മുന്നോടിയുള്ള ലക്ഷണങ്ങൾ ലോകത്തിൽ നടക്കും. ക്ഷാമങ്ങളുണ്ടാകും, അനർത്ഥനങ്ങൾ അനവധി ഉണ്ടാകും. എന്നാൽ കർത്താവിൻ്റെ ഈറ്റുനോവിൻ്റെ ആരംഭമാണ് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചുള്ളതായ മുന്നറിയിപ്പ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത് പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസലോടാമേ. ഹല്ലേലൂയ. അമ്മാവി അമ്മേ മരുമോന് ചിത്രിച്ചിരിക്കും. പ്രൈസലാമേ. പ്രൈസലാമേ സ്വന്തക്കാർ തള്ളിക്കളയും. പ്രൈസലാമേ. അനേകർ പ്രൈസലാമേ തള്ളപ്പെടും. ഹല്ലേലൂയ. അനേകർ പ്രൈസലാമേ ക്രിസ്തു നിമിത്തം ഹല്ലേലൂയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും. ഇതൊക്കെ കർത്താവിൻ്റെ ലക്ഷണത്തെക്കുറിച്ചുള്ള പ്രൈസല വരവിനെ കുറിച്ചുള്ള ലക്ഷണമാണ്. അതുകൊണ്ട് ദൈവസന്നതിൽ പ്രൈസലാമേ ദൈവ കൃപയിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൻ്റെ ആലോചന ജീവിക്കുന്ന തൻ്റെ ജനത്തെ ദൈവം തൻ്റെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും. അവൻ ജീവനുള്ള ദൈവമാണ്. മേഘാരൂഢനായി വരും. ഹല്ലേലൂയ. അവൻ കാന്തനായി വരും. അവൻ രക്ഷകനായി വരും. അവൻ രാജാവായി വരും. അവൻ ദൈവമായി വരും. അവൻ രക്ഷകനായി വരും. അവൻ ഹല്ലേലൂയ നമ്മെ വീണ്ടെടുക്കുവാൻ. പ്രൈസലാമേ. അതുകൊണ്ട് കാലങ്ങളിനി ഏറെയില്ല. കർത്താവിൻ്റെ വരവിൻ്റെ ഘട്ടം അടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ആരെയും വിശ്വസിക്കാൻ വയ്യാത്തൊരു കാലഘട്ടമാണ്. പാവം അതിൽ അനവധി പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുന്നു. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ ഇന്നും വീടുകൾ വെച്ചും കൊടുത്തും വിറ്റും പ്രൈസലാമേ പണമുണ്ടാക്കിയും പ്രൈസലാമേ അനേകർ പണക്കാരാകുകയും പ്രൈസലോ പലവിധമായ നിലകളിൽ സ്നേഹമില്ലാതെയും സ്നേഹത്തിൻ്റെ ഒരു വാക്ക് പോലും ഉദ്ധരിച്ചുകൊണ്ട് അനുഭവമില്ലാത്ത ജീവിതങ്ങളിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയും അനേകർ പ്രൈസലാമേ ദൈവത്തിൻ്റെ സ്നേഹം തണുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവിക വചനത്തിൻ്റെ ഉള്ളടക്കം പ്രൈസലാമേ എഴുതിയിരിക്കുന്നു. കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളാണ് ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. യഹോവയായ ദൈവത്തിൻ്റെ കരുണ, യഹോവയായ ദൈവത്തിൻ്റെ ആലോചന പ്രൈസലാമേ നിറവേറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രൈസൽ വചനം ഒരു നാളും മാറില്ല. വചനത്തിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ വള്ളിക്ക് പുള്ളിക്ക് മാറ്റമുണ്ടാകില്ല. ദൈവത്തിൻ്റെ വചനം അത് നിറവേറും. പ്രൈസലാമേ. ഹല്ലേലൂയ. അതുകൊണ്ട് ജാതിയോട് എതിർക്കും, രാജ്യത്തോട് എതിരുണ്ടാകും, ഭിന്നപ്പുണ്ടാകും. പ്രൈസലോ മതത്തിൻ്റെ പേരും പറഞ്ഞ് തമ്മിലടിയുണ്ടാകും. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഉപദേശമോ യേശുക്രിസ്തുവിൻ്റെ സന്ദേശമോ മതത്തിൻ്റെ അല്ല, ഇതൊരു ആത്മാവിൻ്റെ ഉപദേശമാണ്. പ്രൈസലാമേ. ഈ നാളുകളിൽ അവൻ്റെ സന്ദേശത്തിന് വേണ്ടി ചെവി കൊടുക്കുക. യഹോവ നമ്മെ സഹായിപ്പാനിടയായിത്തീരും. യേശുക്രിസ്തുവിൻ്റെ നാമം നമ്മൾ വെളിപ്പെടുവാനിടയായിത്തീരും. അതുകൊണ്ട് ഒന്ന്, ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവ്. രണ്ട്, പ്രൈസലോ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെയാണ് മനുഷ്യപുത്രൻ്റെ വരവ്. എന്താണ് പ്രൈസലോ നടന്നത്? ലോത്തിൻ്റെ കാലത്ത് എന്താണ് നടന്നത്? നോഹയുടെ കാലത്ത് എന്താണ് നടന്നത്? ചിന്തിക്കുക.
ഒരു പെട്ടകത്തിൽ 8 പേര് മാത്രം രക്ഷ പ്രാപിച്ചു. ജലപ്രളയത്തിൽ കൂടെ. ഇന്നോ സകല മനുഷ്യരും രക്ഷയൊരുക്കിയിരിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ. മറ്റൊരുത്തിന് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമവുമില്ല. അതുകൊണ്ട് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഗ്രഹിക്കും. ദൈവം നമ്മോടുണ്ടാകട്ടെ. ആമേൻ.